നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിക്കുമോ ആക്രമിക്കില്ലയോ എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വിശകലനങ്ങളുമാണ് ഉണ്ടാകുന്നത്. ചില അന്തർദേശീയ മാധ്യമങ്ങളുടെയൊക്കെ വിശകലന പ്രകാരം ഇറാനെ അമേരിക്ക ആക്രമിച്ചേക്കാവുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്നാൽ ഒട്ടുമിക്ക അന്താരാഷ്ട്ര വിശകലന വിദഗ്ധരും പ്രതിരോധ വിദഗ്ധരുമൊക്കെ പറയുന്നത് അമേരിക്ക ഒരുപക്ഷെ ആക്രമിക്കുവാൻ സാധ്യതയില്ല, ഇങ്ങനെ ഭീഷണികളൊക്കെ മാത്രമേ ഉണ്ടാകൂ എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ പുറത്തുവിടുന്നതിന് അവരെ സ്വാധീനിക്കുന്ന കുറച്ചധികം കാര്യങ്ങളുമുണ്ട്. അതായത്, ഇതുവരെ അമേരിക്ക വിമാനവാഹിനി കപ്പലുകളൊന്നും തന്നെ ആ പ്രദേശത്തേക്ക് അയച്ചിട്ടില്ല. എന്തായാലും വിമാനമാർഗമുള്ള ഒരു ആക്രമണമായിരിക്കുമല്ലോ അമേരിക്ക നടത്തുന്നത്. അങ്ങനെ ഒരു വിമാനവാഹിനി കപ്പൽ അയച്ചിട്ടുള്ളതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊരു കാര്യമുണ്ട്. മറ്റൊരു കാര്യം, അമേരിക്കയെ ഈ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യം, ശത്രുവിനെതിരെ ഇറാൻ എപ്പോഴും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം പ്രകടിപ്പിക്കാറുണ്ട്. നേരത്തെയും ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഇസ്രായേൽ ആക്രമിച്ച സമയത്ത് ആ രാജ്യം ഒറ്റക്കെട്ടായി ആയത്തുള്ള അലി ഖംനയുടെയും അതുപോലെ അവരുടെ മത നേതൃത്വത്തിൻ്റെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ഒക്കെ പിന്നിൽ ഉറച്ചു നിന്ന് ഇസ്രായേലിനെതിരെ ഒരു വികാരത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ട് ആ രാജ്യം എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ആ രാജ്യം ഒരു പൊതുശത്രുവിനെതിരെ ഒന്നിക്കും എന്ന ഒരു ഭയവും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ട് എന്ന ഒരു മാധ്യമ വിശകലനവും വരുന്നുണ്ട്. മറ്റൊന്ന്, സമീപസ്ഥ രാജ്യങ്ങൾ ആരും തന്നെ തങ്ങളുടെ ഭൂമി ഇറാൻ ആക്രമിക്കുവാൻ വിട്ടുകൊടുക്കില്ല. അതായത്, തങ്ങളുടെ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസിൽ നിന്നൊരിക്കലും ഇറാന് നേരെ ആക്രമണം ഉണ്ടാകുവാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ സൈനിക ബേസുകളൊന്നും അമേരിക്കയ്ക്ക് ഉപയോഗിക്കുവാൻ കഴിയില്ല. മറ്റൊരു ഓപ്ഷൻ അമേരിക്കയ്ക്കുള്ളത് യുകെയുടെ സൈപ്രസിൽ, ബ്രിട്ടൻ്റെ സൈപ്രസിൽ അവർക്ക് ഒരു സൈനിക സ്ഥാവളമുണ്ട്, അക്രോട്ടിരി. അവിടെ നിന്നൊരു പക്ഷേ അമേരിക്ക വ്യോമസേന ആക്രമിച്ചേക്കാം ഇറാൻ എന്ന ചില വിശകലനങ്ങളും വരുന്നുണ്ട്. മറ്റൊരു ഓപ്ഷൻ അമേരിക്കയ്ക്കുള്ളത് നേരത്തെ ഫോർദോയിൽ നടത്തിയതുപോലെ ഒരു ബി ടു ബോംബർ ആക്രമണമാണ്. പക്ഷേ ഇവിടെ അമേരിക്ക B-2 ഫൈറ്റർ ജെറ്റുകൾ വെച്ച് ആക്രമിക്കേണ്ടത് ഫോർദോൻ പോലെയുള്ള ആണവ കേന്ദ്രങ്ങളെയല്ല, മറിച്ച് ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങളാണ്. അതൊക്കെയും കേന്ദ്രീകരിച്ചിട്ടുള്ളത് ടെഹ്റാനെ പോലെയുള്ള ജനസാന്ദ്രതമായ സ്ഥലങ്ങളിലാണ്, അഥവാ തലസ്ഥാനത്താണ്. അവിടെ ഒക്കെ അമേരിക്ക ആക്രമണം നടത്തുമ്പോൾ വലിയ തോതിലുള്ള ജനങ്ങൾ കൊല ചെയ്യപ്പെടുവാൻ സാധ്യതയുണ്ട്, സാധാരണ ജനങ്ങൾ കൊല ചെയ്യപ്പെടുവാൻ സാധ്യതയുണ്ട്. അത് അമേരിക്കയെ പ്രതികൂലമായി ബാധിക്കും എന്ന രീതിയിലുള്ള ചർച്ചകളും ഒക്കെ വരുന്നുണ്ട്. മറ്റൊരു വിശകലനം വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരുപക്ഷെ അമേരിക്ക ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനയെ വധിച്ചാലോ, അല്ലെങ്കിൽ വെനിസ്വലയിലെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതുപോലെ തട്ടിക്കൊണ്ടുപോയി അവരുടെ രാജ്യത്ത് ഒരു വിചാരണയ്ക്ക് വിധേയമാക്കിയാലോ ഇറാൻ്റെ ഭരണകൂടം അട്ടിമറിക്കപ്പെടില്ല. കാരണം ഇപ്പോൾ തന്നെ ഇറാൻ്റെ ആത്മീയ ഭരണകൂടം കുറച്ചധികം ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കൊലപ്പെടുന്ന ക്രമമനുസരിച്ച് അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ശ്രമഫലമായി അവർ കൊല ചെയ്യപ്പെട്ടാൽ അടുത്തത് ആര് ആ രാജ്യത്ത് നയിക്കണം, ആര് പരമോന്നത നേതാവാകണം എന്ന രീതിയിൽ അവർ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയോ ഇസ്രായേലോ ഒക്കെ ഇറാനിൽ കടന്നു കയറി ആയത്തുള്ള അലി ഖംനയെ വധിച്ചാലോ തട്ടിക്കൊണ്ടുപോയാലോ പകരം ഒരു വ്യവസ്ഥിതി ഉണ്ടാകും, പകരം ഒരാൾ ആ നേതൃത്വം ഏറ്റെടുക്കും എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക അത്തരം ഒരു സമീപനം സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. കാരണം ശാശ്വതമായ ഒരു ഭരണം അട്ടിമറി സാധിക്കില്ല എന്നത് തന്നെയാണ് വിശകലനങ്ങളൊക്കെ കാണിക്കുന്നത്. വെനിസ്വല അല്ല ഇറാൻ, കാരണം അവർ കുറച്ചുകൂടി സൈനിക ക്ഷമതയുള്ള രാജ്യമാണ്. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ആയത്തുള്ള അലി ഖംനയെ തട്ടിക്കൊണ്ടുപോയാലോ വധിച്ചാലോ തിരിച്ചടി ശക്തമായി തന്നെ ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെ, അമേരിക്ക ആണെങ്കിൽ അമേരിക്ക, ഇസ്രായേൽ ആണെങ്കിൽ ഇസ്രായേലിനെതിരെ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കടക്കും എന്ന് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധരാരും കരുതുന്നില്ല എന്നാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുമ്പോൾ വ്യക്തമാകുന്നത്. മറ്റൊന്നും, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുടെ പ്രസ്താവന കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായതായി മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. ആ പ്രകാരം പ്രക്ഷോഭകാരികളിൽ തൂക്കിക്കൊല്ലുവാനുള്ള തീരുമാനത്തിൽ നിന്ന് ഇറാൻ പിന്മാറുന്നു എന്നാണ്. അതായത്, തൽക്കാലം ഇറാനിൽ പിടിയിലായിട്ടുള്ള പ്രക്ഷോഭകാരികളെ തൂക്കിക്കൊല്ലുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മറ്റൊരു മറുപ്രസ്താവന നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നേരത്തെ താൻ ഇറാനെ ഭീഷണിപ്പെടുത്തിയിരുന്നു, പ്രക്ഷോഭകാരികളെ തൂക്കിക്കൊല്ലുന്ന പക്ഷം, അവർക്കെതിരെ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്ന പക്ഷം ഇറാനെതിരെ ശക്തമായ ആക്രമണം ഉണ്ടാകും. തൻ്റെ ഒരു ഭീഷണി അത് മുഖവിലക്കെടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ തൻ്റെ ഒരു നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ പ്രക്ഷോഭകാരികളെ തൂക്കിക്കൊല്ലുവാനുള്ള നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് എന്നാണ്. എന്തായാലും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, പരസ്പരം രണ്ടു രാജ്യങ്ങളും ഭയപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇറാനെ വെനിസ്വേലയെ പോലെ ആക്രമിച്ചു പോകുവാൻ കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായി അറിയാം.
മാത്രമല്ല അമേരിക്കയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നോ ഈ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ രാജ്യം ആഭ്യന്തരമായ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരവസ്ഥയിൽ ഒരു ആക്രമണം ഉണ്ടായാൽ അത് സ്ഥിതിവിശേഷങ്ങൾ കൂടുതൽ വഷളാക്കും. ഒരുപക്ഷെ രാജ്യത്ത് ഭരണ അട്ടിമറി സാധ്യതയ്ക്ക് വരെ നിലനിൽക്കുന്നുണ്ട് എന്ന ഒരു കാര്യം ഇറാനും മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ വിശകലനം എന്നെ സംബന്ധിച്ച്. കാരണം അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളും ഇപ്പോൾ യുദ്ധമുഖത്തേക്ക് പോകാതെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരസ്പരം ഭീഷണിപ്പെടുത്തുകൊണ്ടും അല്ലെങ്കിൽ താനാണ് വലിയ ആൾ എന്ന് മേൽക്കോയ്മ നടിച്ചുകൊണ്ടും ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് തയ്യാറാകുന്നത്. അതാണ് ഇപ്പോൾ അബ്ബാസ് അറാഖ്ചി ഈ പ്രക്ഷോഭകാരികളെ തൂക്കിക്കൊല്ലുന്ന നടപടികൾ തൽക്കാലം നിർത്തിവെച്ചു എന്ന് പറയുന്നത്. ഒപ്പം അമേരിക്ക ആക്രമണങ്ങളിൽ നിന്ന് തൽക്കാലം പിന്മാറുന്നു എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് എന്ന ഒരു വിശകലനം ഉണ്ട്. മറ്റൊരു കാര്യം, റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തു നിന്ന് കൂടുതൽ ക്രിയാത്മകമായ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നതാണ്. വെനിസ്വേലയുടെ കാര്യത്തിൽ എന്നതുപോലെയല്ല, കുറച്ചുകൂടി ക്രിയാത്മകമായ ഒരു പ്രതികരണം ഉണ്ടാകുന്നു. റഷ്യയും ചൈനയും അസന്നിഗ്ധമായി പറയുന്നത് ഇപ്പോൾ ഈ നടക്കുന്നത് ഇറാന്റെ ആഭ്യന്തര കാര്യമാണ്, അതിൽ അമേരിക്കയുടെയോ മറ്റു രാജ്യങ്ങളുടെയോ ഒന്നും ഇടപെടലുകൾ ആവശ്യമില്ല എന്നാണ്. റഷ്യയും ചൈനയും ഇറാനും എന്ന് പറയുന്നത് പരസ്പര പൂരകങ്ങളായ രാജ്യങ്ങളാണ്, പരസ്പരം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളാണ്. മിക്കപ്പോഴും റഷ്യയുടെ ടെക്നോളജി അത് ഇറാന് സഹായകമാണ്. ഇറാൻ തിരിച്ച് വളരെ കൃത്യതയാർന്ന ഡ്രോണുകൾ കൊടുക്കുന്നുണ്ട് റഷ്യയ്ക്ക്. അത്തരം ഡ്രോണുകൾ ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ വലിയ തോതിൽ റഷ്യയ്ക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ചൈനയെ സംബന്ധിച്ച് ചൈന വളരെ കുറഞ്ഞ അളവിൽ എങ്കിലും എണ്ണ വാങ്ങിക്കുന്നത് കൊണ്ട് ഇറാന്റെ സാമ്പത്തിക സ്ഥിതി പിടിച്ചു നിർത്തുവാൻ കഴിയുന്നു. ചൈന എണ്ണയും അതുപോലെ ധാതുക്കളും ഇറാന് നൽകുന്നു. ചൈന തിരിച്ച് ഇറാന്റെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ പരസ്പര പൂരകങ്ങളായ മൂന്ന് രാജ്യങ്ങൾ അവർ ഒന്നിച്ചു നീങ്ങുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വ്യക്തമായും ശക്തമായും ചൈനയുടെ ഭാഗത്തു നിന്ന് ഇറാൻ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ക്രിയാത്മകമായ ഇടപെടലുകൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ വരുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം, ഈ മഴ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ യുദ്ധം ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. വിവിധ രീതിയിലുള്ള വിശകലനങ്ങളാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, വിവിധ യുദ്ധകാര്യ വിദഗ്ധർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന ഒരു കാര്യം നമ്മൾ ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. വിശകലനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരുപക്ഷെ കൂടുതൽ വിശകലനങ്ങൾ വരുന്നത് ഒരുപക്ഷെ അമേരിക്ക ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എടുത്തേക്കാം. അതായത് യുദ്ധമുഖത്തേക്ക് പോകില്ല എന്നാണ്. കാരണം യുദ്ധമുഖത്തേക്ക് പോയാൽ ഒരു പ്രഹരം അമേരിക്കയും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ പ്രക്ഷോഭകാരികളെ കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള ചില നടപടികളുമായിട്ട് മുന്നോട്ട് പോയേക്കാം എന്നാണ്. അതാണ് നിങ്ങൾ സഹായം പ്രതീക്ഷിക്കുക, ഏതു നിമിഷവും സഹായം ഉണ്ടാകും എന്നൊക്കെ പ്രക്ഷോഭകാരികൾക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഉണ്ടാകുന്നത്. പക്ഷേ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഫൈറ്റിലേക്ക് പോയാൽ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാണ് എന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായി അറിയാം. മറ്റൊരു കാര്യം വിശകലനമായി റിപ്പോർട്ടായി പുറത്തു വരുന്നത് എന്ന് വെച്ചാൽ, ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വിമാനം അതുമായി മറ്റൊരു രാജ്യത്തേക്ക് പോയിട്ടുണ്ട് എന്നാണ്. പ്രത്യേകിച്ചും ഇറാന്റെ ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സമയങ്ങളിലാണ് ഇങ്ങനെ ഒരു നടപടി ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇസ്രായേലി പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തേക്ക് സുരക്ഷിതമായി തൻ്റെ ഔദ്യോഗിക വിമാനത്തിൽ പോകുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സ്ഥിതിഗതികൾ ഉണ്ട് എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തു വരികയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി വിടുവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.